ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാം. കുറുമ പോലെ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ 1/2 കിലോയുടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഇലയെല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് ഇളക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്തെങ്കിലും ഇതിൽ കയറിയിരുന്നാലോ കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. ഒരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് കഴുകി ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിനു വേണ്ടിയുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടാം. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. അതൊന്ന് പകുതി വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. 4 സവാളയാണ് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ സവാള 4 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 2-3 പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് ഇതിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ നിന്നും ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റാം. വഴന്ന് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നല്ലതുപോലെ വഴന്ന് ഉടഞ്ഞു വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ ചേർക്കാം. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇനി 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ ഇനി 1/2 സ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കാം. മസാലയെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് കോളിഫ്ലവർ അതിലേക്ക് ഇടാം. ഇട്ട് എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വലുതായി തിളപ്പിക്കണ്ട. ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അതിലേക്ക് ചേർക്കാം. ഇനി മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും മതി. നമ്മുടെ മസാലക്കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം, നല്ലതുപോലെ കുറുകി വരും. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനു വേണ്ടി ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതാണ് ഏറ്റവും മുകളിലായി ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കുറുമ ഇവിടെ റെഡിയായിരിക്കുകയാണ്.
ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും എല്ലാം ഒരേപോലെ കോമ്പിനേഷനാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ ചെറിയ ചാനലിന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.